വാട്ടേടേ വാട്ടേടേ പണിക്ക് പോകാണ്ട് വീട്ടിലിരിക്കുക. നല്ല സുഖമുള്ള പരിപാടിയല്ലേ തോന്നും. പക്ഷേ നല്ല അലമ്പാണ്, ഭ്രാന്തും. അപ്പോൾ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചത്താപ്പച്ച. അപ്പോൾ ഞാൻ പടം ഇന്നലെ കണ്ടുപോയി. പക്ഷേ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല, നല്ല ലേറ്റായിരുന്നു. കൊച്ചിയിൽ നിന്ന് നാട്ടിലോട്ട് വന്നിട്ട് ഇപ്പോഴാണ് ടൈം കിട്ടിയതെന്ന്. അപ്പോൾ പടം ഞാൻ കണ്ടു, ഒരു രക്ഷയില്ല, സൂപ്പർ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടം. എന്താ പറയുക, നന്നായിട്ട് എടുത്ത് വെച്ചേക്കുന്നുണ്ട്. അതായത് ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും മൂടിയിരിക്കുള്ളൂ, ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അവർ, ഒരു രക്ഷയില്ല. അതായത് അതിലത്തെ അവിടെ അല്ല അങ്ങനെയല്ല പറയട്ടെ, സൗണ്ട് പോയിരിക്കുക ഗൈസ്. പടം ഒരു രക്ഷയില്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് നല്ല എൻ്റർടൈനിങ് കാര്യങ്ങളാണ്, നല്ല ഓളത്തിലിരുന്ന് കാണാൻ പറ്റിയ പടം മറ്റേ തിയേറ്ററിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മറ്റേ അതിലത്തെ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പൊന്നുമോനെ, മറ്റേ അർജുന അശോകനും റോഷൻ, പിന്നെ മറ്റേ വൈശാഖ് സീൻ, വൈശാഖ് പിന്നെ ഇഷാൻ, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ. അവരുടെ ബോഡിയൊക്കെ ആണെങ്കിലും നമുക്ക് അത്ര ബോഡിയൊന്നും ഇല്ല, എന്നാലും അവരുടെ ബോഡി കണ്ടിട്ട് നമ്മൾ അതേപോലെയൊക്കെ ആക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അതായത് ഇപ്പോൾ പറയണ പോലെ അതിൽ തന്നെ അങ്ങനെ കുറേ പറയുന്നുണ്ട്. അതായത് വാൾട്ടറിൻ്റെ പിള്ളേരൊക്കെ അടിച്ച് തൂക്കി. പക്ഷേ ഒരു സീൻ വെച്ചെന്ന് വെച്ചാൽ വാൾട്ടർ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. വാൾട്ടർ വന്ന് പടം അങ്ങോട്ട് എന്നിട്ട് കാണിച്ചേക്കണേ. അതായത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് പടം ഇറങ്ങണേക്കാൻ മുന്നേ ഇവർ വാൾട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടിനെ ഹൈപ്പാക്കി വെച്ചിട്ട് പടം ഇറങ്ങിയപ്പോൾ എന്തുറ്റാ വാൾട്ടറിനെ കോമഡിയാക്കി വെച്ചേക്കണം. എന്താണിത് എനിക്ക് മനസ്സിലാവുള്ള. പക്ഷെ എൻ്റെ മമ്മൂട്ടീനെ ഇവർക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ പെടയായിട്ട് ചെയ്യായിരുന്നു. അവർ ഭയങ്കര കോമഡിയാക്കി കളഞ്ഞു വെച്ചാനെ. എന്താ ചെയ്യുക, എനിക്ക് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ചിരിച്ചിരി ചത്ത്. മറ്റേ മമ്മൂട്ടി ഓരോ ഡയലോഗ് പറയുമ്പോൾ ഇരുന്ന ആൾക്കാർ ചിരിക്കിരുന്നിട്ട് എന്തൊരു കാണിച്ചു വെച്ചേക്കണേ. അത് മമ്മൂട്ടിക്ക് പെടയായിട്ട് സ്ലാങ് മോഡുലേഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയാം. പക്ഷേ ഇതിൽ കൊച്ചി സ്ലാങ് ഭയങ്കര ഷോക്കായിട്ട്. ബിലാലിലൊക്കെ നന്നായിട്ട് സംസാരിച്ച് നല്ല ഡയലോഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞ പുള്ളിയാണ്. ഇതിൽ വന്നിട്ട് എന്തൊരു കാണിച്ചു വെച്ചേക്കണേ. കുറ്റം പറയുന്നതല്ല കേട്ടോ, അതായത് ഭയങ്കര വിഷമമായി. അതായത് ഞാൻ നല്ല എക്സൈറ്റഡിൽ ഭയങ്കരമായിട്ട് മമ്മൂട്ടിനെ കാണാനാണ് മെയിനായിട്ട് പോയത്, പടം കാണാനായിട്ട്. എന്നിട്ട് എന്തൊരു കാണിച്ചേ, പക്ഷേ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. പടം ഓവറോൾ നല്ല പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതിനുള്ള സാധനമുണ്ട്, അതിനുള്ള പരിപാടി അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസൊക്കെ സീനാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ എന്താണ് സാധനം, നല്ല റേഞ്ചിൽ നല്ല കിടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പടം പോയി തിയേറ്ററിൽ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പടം. ലാസ്റ്റത്തെ സീക്വൻസ് വിളിച്ച് ഓക്കെ. അപ്പോൾ എല്ലാവരും പോയി പടം കാണാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചത്. എന്തത് കുറച്ചുള്ളൂ സബ്സ്ക്രൈബേഴ്സ്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് കയറ്റി താഴെ എന്താണത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.